ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. പൊയ്യയിൽ പട്ടാപ്പകൽ യുവാവിനെ ആക്രമിച്ച് 4 സംഘം 5.5 ലക്ഷം രൂപ കവർന്നു. കോഴിക്കോട് നെല്ലിക്കോട് സ്വദേശി ശ്യാമലാലിന്റെ പണമാണ് അക്രമികൾ കവർന്നത്. സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങിയതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി. ഏപ്രിൽ 6 വരേക്കാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം എന്ന പരാതിയിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയിൽ നിന്നും ജില്ലാ കലക്ടർ വിശദീകരണം തേടി. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി വിശദീകരണം നൽകണം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പൊയ്യയിൽ പട്ടാപ്പകൽ യുവാവിനെ ആക്രമിച്ച് 4 സംഘം 5.5 ലക്ഷം രൂപ കവർന്നു. പൊയ്യ ബിവറേജിന് സമീപം ഇന്ന് രാവിലെ 11:30 സംഭവം. കോഴിക്കോട് നെല്ലിക്കോട് ചന്ദ്രോദയം വീട്ടിൽ ചന്ദ്രന്റെ മകൻ ശ്യാമലാലിന്റെ പണമാണ് അക്രമികൾ കവർന്നത്. പണയൊരുപ്പടി എടുക്കാനുണ്ടെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ ശ്യാമലാലിനെ പൊയ്യയിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് 2 പേര് ബൈക്കിലെത്തുകയും ശ്യാമലാലിനെ ബൈക്കിൽ കയറ്റിക്കൊണ്ടു പോവുകയും ചെയ്തു. കുറച്ചകലെത്തിയപ്പോൾ മറ്റൊരാളെ ഇവർ സഞ്ചരിച്ച ബൈക്കിൽ കയറ്റാൻ ശ്രമിച്ചു. ഇത് കണ്ട് സംശയം തോന്നിയ ശ്യാമലാൽ കുതിരയിറങ്ങാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ സമയത്ത് ബൈക്കിലുണ്ടായിരുന്ന അക്രമികളിൽ ഒരാൾ ഹെൽമറ്റ് കൊണ്ട് ശ്യാമലാലിനെ അടിച്ചു വീഴ്ത്തി. ഈ സമയം സമീപത്തുണ്ടായിരുന്ന മറ്റൊരാൾ കൂടി എത്തി ശ്യാമലാലിനെ ആക്രമിച്ച ശേഷം പണമടങ്ങിയ ബാഗുമായി കടന്നു കളയുകയായിരുന്നു എന്നതാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. 5,50,000 രൂപയാണ് മോഷണം പോയത്. ശ്യാംലാൽ മാള പോലീസിൽ നൽകിയ പരാതിയിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മീഡിയ ടൈം, മാള. സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങിയതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി. ഏപ്രിൽ 6 വരേക്കാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. ഇപോസ് മെഷീന്റെ സെർവർ തകരാറിലായതോടെയാണ് ഇന്നും റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. രാവിലെ 10 മണി മുതൽ റേഷൻ കടകളിലെത്തിയ ആളുകൾ അരി വാങ്ങാൻ കഴിയാതെ മടങ്ങിപ്പോയി. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ കടകളിൽ അരി എത്തിയത്. വ്യാഴം, വെള്ളി ദിവസങ്ങൾ അവധിയായിരുന്നു. ഇന്ന് ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് സെർവർ തകരാറിലാകാൻ കാരണം. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വിശദീകരണം. റേഷൻ മസ്റ്ററിംഗിലെ പ്രതിസന്ധിയും സെർവർ തകരാറും പരിഹരിക്കാൻ പുതിയ സെർവർ വാങ്ങാനുള്ള തീരുമാനം നേരത്തെ വന്നതാണ്. നിലവിലുള്ള സെർവറിന് പുറമെ അധിക സെർവർ സജ്ജീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ഒരുങ്ങുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന പരാതിയിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയിൽ നിന്നും ജില്ലാ കലക്ടർ വിശദീകരണം തേടി. വോട്ട് അഭ്യർത്ഥിച്ച് നൽകുന്ന കുറിപ്പിൽ പ്രിന്റിംഗ് വിവരങ്ങൾ ഇല്ലെന്ന LDFന്റെ പരാതിയിലാണ് വിശദീകരണം തേടിയത്. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി വിശദീകരണം നൽകണം. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ആരോപിച്ച് LDF നൽകിയ പരാതിയിൽ സുരേഷ് ഗോപിയോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി. CPI ജില്ലാ സെക്രട്ടറിയും LDF തൃശൂർ പാർലമെന്റ് മണ്ഡലം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ട്രഷററുമായ KK വത്സരാജാണ് പരാതി നൽകിയത്. സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയിൽ ആവശ്യം വേണ്ട പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇല്ല എന്നതാണ് പരാതിക്ക് അടിസ്ഥാനമായ കാര്യം. ജനപ്രാതിനിധ്യ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് പരാതി നൽകിയത്. ജില്ലയിലെ മുഖ്യ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് സ്ഥാനാർത്ഥിയോട് വിശദീകരണം തേടിയിട്ടുള്ളത്. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ വ്യാപകമായി മതചിഹ്നങ്ങളും തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നൽകി മതസ്പർദ്ധ സൃഷ്ടിക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ടെന്നും LDF ആരോപിക്കുന്നു. ഇക്കാര്യത്തിൽ നേരത്തെ ജില്ലാ കളക്ടർക്ക് LDF നേതൃത്വം പരാതി നൽകിയിരുന്നു. ഇക്കാര്യങ്ങളിലും അന്വേഷണം നടന്നു വരികയാണ്. മീഡിയ ടൈം, തൃശൂർ. ഈ തെരഞ്ഞെടുപ്പിൽ LDFന് അനുകൂല സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ചാലക്കുടി മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ശനിയാഴ്ച രാവിലെ 11:40 എറണാകുളം ജില്ലാ കളക്ടറേറ്റിലെത്തിയായിരുന്നു പ്രൊഫസർ രവീന്ദ്രനാഥ് പത്രിക സമർപ്പിച്ചത്. വരണാധികാരിയായ എറണാകുളം ADM ആശ C എബ്രാഹിം മുൻപാകെ 3 സെറ്റ് പത്രികകളാണ് സമർപ്പിച്ചത്. മന്ത്രി P രാജീവ്,
CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ്, LDF ചാലക്കുടി ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ UP ജോസഫ്, മുൻ മന്ത്രി ജോസ് തെറ്റയിൽ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്ക് ഒപ്പമുണ്ടായിരുന്നു. രാവിലെ 10-ന് അങ്കമാലിയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് UP ജോസഫായിരുന്നു സ്ഥാനാർത്ഥിക്ക് പത്രിക കൈമാറിയത്. MLA-മാരായ PV ശ്രീനിജൻ, VR സുനിൽകുമാർ, CPIM ജില്ലാ സെക്രട്ടറി CN മോഹനൻ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ CB ദേവദർശനൻ, AP പത്രോസ്, അങ്കമാലി ഏരിയ സെക്രട്ടറി KK ഷിബു, മുൻ MLA BD ദേവസ്യം, കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാബു ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ശാരദാ മോഹൻ, LDF എറണാകുളം ജില്ലാ കൺവീനർ ജോർജ് ഇടപ്പരത്തി, ജനതാദൾ ജില്ലാ പ്രസിഡന്റ് ജബ്ബാർ തച്ചയിൽ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു പത്രിക സമർപ്പണത്തിനായി പുറപ്പെട്ടത്. മീഡിയ ടൈം, കൊച്ചി. ഒരിടവേളയ്ക്ക് ശേഷം തൃശൂർ മച്ചാട് മേഖലയിൽ കാട്ടാന ശല്യം രൂക്ഷമാകുന്നു. തെക്കുംകര പഞ്ചായത്തിലെ മേലില്ലത്ത് കാട്ടാനകൾ കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം നീലോലിപ്പാടം മേഖലയിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിരുന്നു. ഇന്ന് പുലർച്ചെയാണ് ആനകൾ കൃഷിയിടത്തിൽ ഇറങ്ങി വാഴകൾ നശിപ്പിച്ചത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ ആനകൾ കാട് കയറി. വേനൽ രൂക്ഷമായതോടെ കാട്ടിൽ തീറ്റയും വെള്ളവും ലഭിക്കാത്തതിനെ തുടർന്നാണ് ആനകൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ ദിവസം നീലോലിപ്പാടം മേഖലയിലും കാട്ടാനകൾ കൃഷിനാശം വരുത്തിയിരുന്നു. വാഴാനി ഡാമിന് മുകൾ ഭാഗത്തുള്ള ആദിവാസി കോളനി പരിസരത്ത് സോളാർ ഫെൻസിംഗ് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ആനകളുടെ സഞ്ചാരഗതിക്ക് ഇതൊന്നും തടസ്സമല്ലെന്നാണ് കോളനി നിവാസികൾ പറയുന്നത്. കാട്ടാനശല്യം കാരണം തേൻ എടുക്കാൻ പോലും സാധിക്കാത്ത സാഹചര്യമാണെന്നും ഇവർ പറഞ്ഞു. അതേസമയം ഇടുക്കിയിലെ ദേവികുളത്തെ ജനവാസ മേഖലയിൽ പടയപ്പ ഇറങ്ങി. ചിന്നക്കനാൽ സിംഹകണ്ടത്ത് ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വളർത്തുപശുവിന് പരിക്കേറ്റു. ഏതാനും ദിവസങ്ങളായി പടയപ്പ ദേവികുളത്ത് നിലയുറപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ വിവിധ സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന മേഖലയിൽ പടയപ്പ ഇറങ്ങി. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവികുളം ലക്കാടും ഫാക്ടറി ഡിവിഷനിലും ഇറങ്ങിയ ആന വാഹനങ്ങൾ തടയുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ചിന്നക്കനാൽ സിംഹകണ്ടത്ത് ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വളർത്തുപശുവിന് പരിക്കേറ്റു. ഓലപ്പുരയ്ക്കൽ സരസമ്മയുടെ പശുവാണ് ആക്രമിക്കപ്പെട്ടത്. വീടിന് സമീപത്ത് വെച്ച് സരസമ്മ പശുവിനെ തീറ്റിക്കുന്നതിനിടെയായിരുന്നു ആക്രമണം. ആന പാഞ്ഞെടുക്കുന്നത് കണ്ട് സരസമ്മ ഓടി രക്ഷപ്പെടുകയായിരുന്നു. പശുവിന്റെ നടുവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. കുടുംബത്തിന്റെ വരുമാന മാർഗമായിരുന്നു പശു വളർത്തൽ. മീഡിയ ടൈം, തൃശൂർ. ശ്രീനാരായണ ഗുരുദേവന്റെ കൃതികൾ ഭാരതീയ നാട്യകലകളിൽ അവതരിപ്പിക്കുന്ന എൻ്റെ ഗുരു പദ്ധതിയുടെ ഭാഗമായി ദൈവദശകം കൂട്ടായ്മ മുദ്രോത്സവം മേഖലാ ക്യാമ്പ് നടത്തി. കോട്ടപ്പുറം വികാസ് ആർബർട്ടൻ ആനിമേഷൻ സെന്ററിൽ വിശ്വമാനവിക സന്ദേശങ്ങൾ നൽകുന്ന ഗുരുദേവ കൃതികൾ അരങ്ങിൽ എത്തിച്ചു. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകിയും കലാമണ്ഡലം ഭരണസമിതി അംഗവുമായ ഡോക്ടർ നീന പ്രസാദ് മോഹിനിയാട്ടത്തിലും പ്രശസ്ത ഭരതനാട്യ നർത്തകി പ്രിയദർശിനി ഗോവിന്ദും ക്ലാസ് എടുത്തു. നർത്തകിയും നടിയുമായ നവ്യ നായർ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ ഗുരു മുംബൈ ചെയർപേഴ്സൺ കലാമണ്ഡലം രാജലക്ഷ്മി ദൈവദശകം നൃത്താവിഷ്കാരം അവതരിപ്പിച്ചു. എൻ്റെ ഗുരു കോഴിക്കോട് ചെയർപേഴ്സൺ ഗായത്രി കലാക്ഷേത്ര ഭരതനാട്യ കീർത്തനം അവതരിപ്പിച്ചു. ദൈവദശകം 100 ലോകഭാഷകളിൽ മൊഴിമാറ്റി ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന പദ്ധതിയുടെ ഭാഗമായാണ് എൻ്റെ ഗുരു പദ്ധതി. ഗുരുധ്യാനം, ഗുരുസന്ദേശം, ദൈവദശകം, കുണ്ടലിനിപ്പാട്ട്, ജനനി നവരത്നമഞ്ജരി, പിണ്ടനദി, അനുകമ്പാദശകം, ശിവപ്രസാദ പഞ്ചകം, ജാതി നിർണയം, ജാതി ലക്ഷണം എന്നീ കൃതികളാണ് അരങ്ങിൽ എത്തുന്നത്. പാലക്കാട് ധർമ്മപ്രബോധനം ട്രസ്റ്റിന്റെ ഗുരുദക്ഷിണ 2024 പുരസ്കാരം നേടിയ വി ചന്ദ്രനെ ദൈവദശകം കൂട്ടായ്മ അനുമോദിച്ചു. ദൈവദശകം കൂട്ടായ്മ ചെയർമാൻ ഗിരീഷ് ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. VM ജോണി, കലാമണ്ഡലം മാധുരി, പ്രിയ കലാമണ്ഡലം, ജോസ് കുരിശിങ്കൽ, നജീബ് P മുഹമ്മദ്, വിനീത കലാക്ഷേത്ര എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഇന്നലെ ആദ്യമായി 1.5 ലക്ഷത്തിന് മുകളിലെത്തിയ സ്വർണത്തിന്റെ കുതിപ്പിനാണ് ഇന്ന് നേരിയ ആശ്വാസമുണ്ടായിരിക്കുന്നത്. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതാണ് വില ഉയരാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. പവന് 200 രൂപയാണ് ഇന്ന് കുറഞ്ഞിരിക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന് 25 രൂപയും കുറഞ്ഞു. ഇതോടെ 1 പവൻ സ്വർണത്തിന് 50,200 രൂപയും 1 ഗ്രാമിന് 6,275 രൂപയുമായി. ഇന്നലെ പവന് 50,400 ആയിരുന്നു വില. ഗ്രാമിന് 130 രൂപയാണ് ഇന്നലെ വർദ്ധിച്ചത്. 6,300 രൂപയായിരുന്നു 1 ഗ്രാം സ്വർണത്തിന്റെ വില.
രാജ്യാന്തര വിപണിയിലെ വില വർധനവാണ് കേരളത്തിലും വില കൂടാൻ കാരണം. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ പേർ എത്തുന്നതാണ് വില ഉയരാൻ കാരണമെന്ന് വിപണി വിദഗ്ധർ പറയുന്നു. ഈ മാസത്തിന്റെ തുടക്കത്തിൽ 46,320 രൂപയായിരുന്നു സ്വർണ്ണവില. 3 ആഴ്ചയ്ക്കിടെ 3000 രൂപയിലധികം വർദ്ധിച്ച് 21-ന് 49,440 രൂപയായി ഉയർന്ന റെക്കോർഡിട്ടതാണ് ഇതിനു മുൻപത്തെ ഉയർന്ന വില. തുടർന്നുള്ള ദിവസങ്ങളിൽ വില താഴ്ന്ന് 49,000-ൽ താഴെ എത്തിയ ശേഷം വീണ്ടും ഉയരുന്ന കാഴ്ചയാണ് കണ്ടത്. ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. പൊയ്യ മടത്തുംപടിയിൽ വാഹനത്തിൽ നിന്നും റോഡിൽ പതിച്ച മാലിന്യങ്ങൾ ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീണു. ഏതാനും യാത്രികർക്ക് നിസ്സാര പരിക്കുപറ്റി. ദുർഗന്ധം വമിക്കുന്ന മാലിന്യമാണ് റോഡിൽ പതിച്ചത്. നാട്ടുകാർ പോലീസിൽ പരാതി നൽകി. മാള ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു. വണ്ടിയെ കണ്ടെത്താനുള്ള അന്വേഷണം CCTV കേന്ദ്രീകരിച്ച് ആരംഭിച്ചു. ഞാറക്കലിൽ പോലീസിന്റെ വൻ മദ്യവേട്ട. വളപ്പ് കളരിക്കൽ വിബീഷിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 85 കുപ്പി മദ്യമാണ് പിടികൂടിയത്. 1/2 ലിറ്റർ കുപ്പികളിലായി നിറച്ചുവെച്ചിരുന്ന മദ്യമാണ് പോലീസ് പിടികൂടിയത്. ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ DYSP NS സലീഷിന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. സംഭവവുമായി ബന്ധപ്പെട്ട് ഗ്രീഷ്മ, നിജോഷ് എന്നിവരാണ് പിടിയിലായത്. തളിക്കുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോയിലിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ഓട്ടോ ഡ്രൈവറായ തളിക്കുളം ത്രിവേണി ഇത്തിക്കാട്ട് വിശ്വംഭരന്റെ മകൻ രതീഷാണ് മരിച്ചത്. കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 തളിക്കുളം ഹൈസ്കൂൾ ഗ്രൗണ്ടിന് സമീപത്താണ് അപകടം നടന്നത്. ഗുരുവായൂർ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ആലപ്പുഴയിലേക്ക് മടങ്ങിയിരുന്നവർ സഞ്ചരിച്ച കാർ വലതുവശത്തേക്ക് തിരിഞ്ഞ് റോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലും വൈദ്യുതി പോസ്റ്റിലും ഇടിക്കുകയായിരുന്നു. അന്തിക്കാട് പോക്സോ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തവും 33 വർഷം തടവും വിധിച്ചു. കരൂപ്പടന സ്വദേശിയായ മദ്രസ അധ്യാപകൻ ബഷീറിനാണ് തൃശൂർ അതിവേഗ പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസിലാണ് ശിക്ഷ. പ്രതി 4,50,000 രൂപ പിഴ ഒടുക്കണം. 2022-ലാണ് കേസിനാസ്പദമായ സംഭവം. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ക്ഷേത്ര പുറമ്പോക്ക് 3ാം വട്ട ലേലം ഇന്ന് നടന്നു. പതിയാശ്ശേരി മോഹനൻ 13,01,000 രൂപയ്ക്ക് ലേലം നേടി. 16 ലക്ഷം രൂപയ്ക്ക് ലേലം വിളി തുടങ്ങിയതെങ്കിലും തുടർന്ന് വിളിക്കാൻ ആരും തയ്യാറായില്ല. തുടർന്ന് ലേലത്തുക താഴ്ത്തുകയായിരുന്നു. മുൻപ് നടന്ന ആദ്യ ലേലത്തിൽ 33,33,333 രൂപയുടെ ടെൻഡർ അംഗീകരിച്ചിരുന്നുവെങ്കിലും ടെൻഡർ സമർപ്പിച്ചയാൾ പണമടയ്ക്കാതെ വന്നതിനെ തുടർന്ന് ലേലം സ്ഥിരപ്പെടുത്തിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇന്ന് 3ാം ലേലം നടന്നത്. ഡെപ്യൂട്ടി കളക്ടർ ലേല നടപടികൾക്ക് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് ഇന്നും ചൂട് കൂടാൻ സാധ്യത. 9 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. കൊല്ലം, തൃശൂർ, പാലക്കാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂട് ഇന്നലെ പാലക്കാട് രേഖപ്പെടുത്തിയിരുന്നു. വിപുലമായ സമ്മാന പദ്ധതികളുമായി 6 മാസം നീണ്ടു നിൽക്കുന്ന പറവൂർ ഷോപ്പിംഗ് ഫെസ്റ്റ് ഏപ്രിൽ 1-ന് ആരംഭിക്കുമെന്ന് വ്യാപാരി സംഘടനാ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പറവൂർ ടൗൺ മർച്ചന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇതര വ്യാപാര സംഘടനകളും പങ്കാളിത്തം വഹിക്കുന്ന ഫെസ്റ്റിൽ ഒരു അപ്പാർട്ട്മെന്റാണ് മെഗാ സമ്മാനം. തിങ്കളാഴ്ച വൈകിട്ട് 6-ന് വ്യാപാര ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ RLB രാമകൃഷ്ണൻ പറവൂർ ഷോപ്പിംഗ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. ഫെസ്റ്റിന് മുന്നോടിയായി 4 മണിക്ക് നഗരത്തിൽ വിളംബര ജാഥയും ഇരുചക്ര വാഹന റാലിയും നടക്കും. തൃശൂർ ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് വിതരണവും അനുമോദന യോഗവും നടത്തി. സീനിയർ, ജൂനിയർ വിഭാഗങ്ങളിലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമാണ് സർട്ടിഫിക്കറ്റും അനുമോദനവും നൽകിയത്. കൊടുങ്ങല്ലൂർ K-ടൗൺ ടർഫിൽ നടന്ന പരിപാടി സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് VS ദിനൽ അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത വിശിഷ്ടാതിഥിയായിരുന്നു. പരമേശ്വരൻ കുട്ടി, ഉണ്ണി പണിക്കശ്ശേരി, MP മനോജ്, AG അനന്തുകൃഷ്ണൻ,
NI സാദിഖ് എന്നിവർ സംസാരിച്ചു. പീഡാനുഭവ ദിനത്തിൽ ദൈവപുത്രനായ യേശുദേവനെ സ്മരിച്ച് നടൻ സുരേഷ് ഗോപി ആലപിച്ച ഭക്തിഗാനം വൈറലായി. നെഞ്ചുരുകും വേദനയിൽ എന്ന് തുടങ്ങുന്ന ഭക്തിഗാനത്തിന്റെ രചന നിർവഹിച്ചിട്ടുള്ളത് ഫാദർ ഡോക്ടർ ജോയൽ പണ്ടാരപ്പറമ്പിലാണ്. സംഗീതം ജെയ്ക്സ് ബിജോയ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ BJP സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഓശാന ഞായറാഴ്ച അടക്കമുള്ള വിശേഷ ദിനങ്ങളിൽ പള്ളികളിലെ ചടങ്ങുകളിലും പങ്കെടുത്തിരുന്നു. B&X ആണ് ഭക്തിഗാനം പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. പൊയ്യയിൽ പട്ടാപ്പകൽ യുവാവിനെ ആക്രമിച്ച് 4 അംഗ സംഘം 5.5 ലക്ഷം രൂപ കവർന്നു. കോഴിക്കോട് നെല്ലിക്കോട് സ്വദേശി ശ്യാമലാലിന്റെ പണമാണ് അക്രമികൾ കവർന്നത്. സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങിയതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി. ഏപ്രിൽ 6 വരേക്കാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം എന്ന പരാതിയിൽ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയിൽ നിന്നും ജില്ലാ കലക്ടർ വിശദീകരണം തേടി. 2 ദിവസത്തിനകം സ്ഥാനാർത്ഥി വിശദീകരണം നൽകണം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.